ക്രിസ്മസ് എക്സാമിന് ബയോളജിയിൽ നിന്ന് ഒരു 35 മാർക്ക് എൻ്റെ കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്കൊരു 35 മാർക്സ് ഉറപ്പിക്കാൻ പറ്റുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഈ ഒരു വീഡിയോയിൽ ഉണ്ടാകുന്നതായിരിക്കും. അതായത് നമ്മുടെ ക്രിസ്മസ് എക്സാമിൻ്റെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കുട്ടികളെല്ലാവരും ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. സോ ഒട്ടും ലേറ്റ് ആക്കുന്നില്ല, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നമ്മുടെ ബിഹൈൻഡ് സെൻസസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അനലൈസ് ദ സ്റ്റേറ്റ്മെന്റ് about the two fluids in the eye and answer the question. അപ്പോൾ നമ്മുടെ കണ്ണിലെ 2 ദ്രവങ്ങളെ കുറിച്ചിട്ടുള്ള പ്രസ്താവന വിശകലനം ചെയ്തിട്ട് എന്ത് ചെയ്യുക, ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക. അപ്പോൾ ആദ്യത്തേത് എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു വാട്ടറി ഫ്ലൂയിഡ് ആണ്. ബി എന്ന് പറഞ്ഞാൽ ഒരു ജെല്ലി ഫ്ലൂയിഡ് ആണ്. ചോദ്യം ഇത് രണ്ടും ഐഡന്റിഫൈ ചെയ്യാം. അപ്പോൾ നമുക്കറിയാം വാട്ടറി ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ എക്വസ് ഹ്യൂമർ അല്ലെങ്കിൽ എക്വസ് ദ്രവമാണ്. ആൻഡ് ജെല്ലി ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ വിട്രിയസ് ഹ്യൂമർ അല്ലെങ്കിൽ വിട്രിയസ് ദ്രവമാണ്. ഇനി വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ഈച്ച് ഫ്ലൂയിഡ്, ഇതിൽ ഓരോരുത്തരുടെയും ഫംഗ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ വാട്ടറി ഫ്ലൂയിഡ് ഫോം ചെയ്യുന്നത് എവിടെ നിന്നാണ്, നമ്മുടെ ബ്ലഡിലുള്ള ടിഷ്യൂ ഫ്ലൂയിഡ് ഫോം ചെയ്യും അല്ലേ. നമ്മുടെ ബ്ലഡ് ക്യാപ്പിലറീസിൽ വെച്ചിട്ട് ടിഷ്യൂ ഫ്ലൂയിഡ് ഫോം ചെയ്യും. ഈ ടിഷ്യൂ ഫ്ലൂയിഡിൽ നിന്നാണ് എന്ത് ഫോം ചെയ്യണത്, നമ്മുടെ എക്വസ് ഹ്യൂമർ ഫോം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ലെൻസിനും അതുപോലെ കോർണിയയ്ക്കൊക്കെ നറിഷ്മെൻറ്റ് കൊടുക്കുക. പിന്നെ ഈ ഒരു ഫ്ലൂയിഡ് തിരിച്ച് എന്ത് ചെയ്യും, നമ്മുടെ ബ്ലഡിലേക്ക് തന്നെ റീഅബ്സോർബ് ചെയ്യും. അങ്ങനെ നമ്മുടെ കണ്ണിലുള്ള പ്രഷർ റെഗുലേറ്റ് ചെയ്യുക. ഈ 2 ഫംഗ്ഷൻസ് ആണ് എക്വസ് ഹ്യൂമറിനുള്ളത്. ആൻഡ് ജെല്ലി ഫ്ലൂയിഡ് ആയിട്ടുള്ള വിട്രിയസ് ഹ്യൂമറിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഷേപ്പ്, കണ്ണിൻ്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഇയാളുടെ ഫംഗ്ഷൻ. ഇയാളുടെ ഫംഗ്ഷൻ ആണെങ്കിലോ നറിഷ്മെൻറ്റും അതേപോലെ പോഷണം നൽകുക, അതേപോലെ തന്നെ എന്താണ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ പ്രഷർ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫംഗ്ഷൻ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ഒബ്സർവ് ദ പോസ്റ്റർ ഡിസ്പ്ലേഡ് ഇൻ ദ പ്രൈമറി ഹെൽത്ത് സെന്റർ. ഒരു പ്രൈമറി ഹെൽത്ത് സെന്ററിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റർ എന്താണ്, യൂസ് വാക്സിൻ ആസ് ദ വെപ്പൺ ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ഡിസീസസ്. അസുഖങ്ങൾക്കെതിരായിട്ട് പ്രതിരോധിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, വാക്സിൻ എടുക്കണം. സോ ഹൗ ഡസ് വാക്സിൻ ബിക്കം എ വെപ്പൺ, എങ്ങനെയാണ് നമ്മുടെ വാക്സിൻ വെപ്പൺ ആയിട്ട് മാറാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇതിനകത്തുള്ള കോമ്പണൻസിനാണ് പ്രാധാന്യം. ഈ കോമ്പണൻസ് അല്ലെങ്കിൽ വാക്സിനുള്ള ഘടകങ്ങൾ ആൻറ്റിജൻ ആയിട്ട് പ്രവർത്തിക്കും. ഈ ആൻറ്റിജൻ എന്ത് ചെയ്യും, നമ്മുടെ ഇമ്മ്യൂണിറ്റീനെ സ്റ്റിമുലേറ്റ് ചെയ്യും. നമ്മുടെ പ്രതിരോധ വ്യവസ്ഥ ഉദ്ദീപിപ്പിച്ചാൽ എന്തുണ്ടാകും, നമ്മുടെ ബോഡി ആന്റിബോഡീസ് ഉണ്ടാക്കും. ഈ ആന്റിബോഡി എന്ത് ചെയ്യും, പിന്നെയുള്ള ഫർദർ അറ്റാക്കിൽ നിന്ന് നമ്മുടെ ശരീരത്തിനെ സംരക്ഷിക്കും. സോ വാക്സിൻസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ശരീരത്തിനെ ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യാൻ സ്റ്റിമുലേറ്റ് ചെയ്യും. ദീസ് ആന്റിബോഡീസ് റിമെയിൻ ഇൻ അവർ ബോഡി ആൻഡ് പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് ഡിസീസസ്. ഈ ആന്റിബോഡികൾ പിന്നീട് ശരീരത്തിൽ നിലനിൽക്കുകയും നമുക്ക് ദീർഘകാലത്തേക്ക് സംരക്ഷണം തരികയും ചെയ്യും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ വാക്സിനുകൾ ഒരു വെപ്പണായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അനലൈസ് ദ ഗിവൻ ഇൻഡിക്കേറ്റേഴ്സ് about disease and answer the question. അപ്പോൾ 2 അസുഖങ്ങളെ കുറിച്ചുള്ള 2 ഇൻഡിക്കേറ്റേഴ്സ് തന്നിട്ടുണ്ട്. ഒന്ന് മൊസ്കിറ്റോ ബോൺ ഡിസീസ് ആണ്, എന്ന് വെച്ചാൽ കൊതുക് പരത്തുന്ന രോഗമാണ്. മറ്റേത് എന്താണ്, നമ്മുടെ ആ എഫക്റ്റഡ് പാർട്ട് വീർത്തു വരും അല്ലേ, എന്താണ് വീങ്ങുന്നു, എഫക്റ്റഡ് ആയിട്ടുള്ള ശരീരഭാഗം വീങ്ങുന്നു. അപ്പോൾ തന്നെ നമുക്ക് ഏകദേശം അസുഖമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. മൊസ്കിറ്റോ ബോൺ ഡിസീസ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ എന്താണ് ഈ ബാധിക്കപ്പെട്ട ഭാഗം വീങ്ങുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഏതാണ് ആ അസുഖം എന്ന് ചോദിച്ചാൽ നമ്മുടെ ഫൈലേറിയാസിസ് അല്ലെങ്കിൽ മന്ദരോഗമാണ്. ഏതാണ് നമ്മുടെ മൊസ്കിറ്റോ, നമ്മൾ FC അല്ലെങ്കിൽ ഫ്രൈഡ് ചിക്കൻ എന്നല്ലേ ആലോചിക്കുക. അപ്പോൾ നമ്മുടെ ക്യുലെക്സ് മൊസ്കിറ്റോ ആണ്. ഇനി വൈ ഡസ് ദ എഫക്റ്റഡ് പാർട്ട് സ്വെൽ, എന്തുകൊണ്ടാണ് ഈ ഒരു ഫൈലേറിയാസിസ് പരത്തുന്നത്, ഫൈലേറിയൽ വിരകൾ അല്ലെങ്കിൽ ഫൈലേറിയൽ വേംസ് ആണ്. അപ്പോൾ ഈ ഫൈലേറിയൽ വേംസ് എന്ത് ചെയ്യും, നമ്മുടെ ലിംഫാറ്റിക് വെസലിൽ തങ്ങി നിന്ന് അവിടെ ലിംഫാറ്റിക് വാഹി അല്ലെങ്കിൽ ലിംഫാറ്റിക് വെസൽ ബ്ലോക്ക് ആവും. അപ്പോൾ ലിംഫിൻ്റെ ഫ്ലോ തടസ്സപ്പെടുന്നത് കാരണം ആ ലിംഫ് എന്ത് ചെയ്യും, ലിംഫ് വാഹികളിൽ തങ്ങി നിന്ന് അത് അവിടെ കെട്ടിക്കിടന്നിട്ടാണ് എന്തുണ്ടാവുന്നത്, ആ ഭാഗം വീർത്ത് വരുന്നത്. സോ ഇതിൻ്റെ ആൻസർ നമ്മൾ എന്തൊക്കെ പോയിന്റ്സ് ആണ് വരേണ്ടതെന്ന് വെച്ചാൽ, ഒന്ന് നമ്മുടെ ഫൈലേറിയൽ വേം അല്ലെങ്കിൽ ഫൈലേറിയൽ വിരകൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ലിംഫാറ്റിക് വെസൽ അല്ലെങ്കിൽ ലിംഫ് വാഹികളിൽ തങ്ങി നിൽക്കുന്നു, അവിടെ ലോഡ്ജ് ചെയ്യും. അവിടെ തങ്ങി നിൽക്കുമ്പോൾ എന്താണ് പറ്റുക, ലിംഫിൻ്റെ ഫ്ലോ തടസ്സപ്പെടും, ലിംഫിൻ്റെ ഒഴുക്ക് ബ്ലോക്ക് ആവും. അങ്ങനെ ബ്ലോക്ക് ആവുമ്പം അതവിടെ കെട്ടിക്കിടന്നിട്ടാണ് നമ്മുടെ എഫക്റ്റഡ് ശരീരഭാഗം വീങ്ങുന്നത്. ഇനി അനലൈസ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് അബൌട്ട് എ ഡിസീസ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. രോഗത്തെക്കുറിച്ച് നൽകിയിട്ടുള്ള പ്രസ്താവന വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരവെഴുതുക. എ കണ്ടീഷൻ ഇൻ വിച്ച് സെൽസ് മൾട്ടിപ്ലൈ, അല്ലെ കോശങ്ങൾ എന്ത് ചെയ്യാണ്, പെരുകയാണ്. എങ്ങനെ, അബ്നോർമൽ ആൻഡ് അൺകൺട്രോൾഡ്, നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തതും അസാധാരണമായിട്ടുള്ള രീതിയിൽ കോശങ്ങൾ വിഭജിക്കുകയാണ്. ഹൗ ഡസ് ദിസ് ഡിസീസ് സ്പ്രെഡ് ടു അതർ പാർട്സ്,
എങ്ങനെയാണ് ഇത് നമ്മുടെ ബ്ലഡിലൂടെ രക്തത്തിലൂടെയും ലിംഫിലൂടെയുമാണ് എന്ത് ചെയ്യണത് മറ്റുള്ള ശരീരഭാഗങ്ങളിലേക്ക് എത്തുന്നത്. ഇനി വാട്ട് ആർ ദ കോസസ് ഓഫ് ദിസ് ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1 മാർക്കാണ് ഇതിന്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും 2 കോസ് എഴുതിയാൽ മതി. നിങ്ങൾക്ക് ജനറ്റിക് കോസ് പറയാം, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് പറയാം, ലൈഫ് സ്റ്റൈൽ പറയാം, വൈറസ് പറയാം. ഇതിൽ ഏതെങ്കിലും 2 എണ്ണം കേട്ടോ. അതായത് ഇതിൽ ഏതെങ്കിലും 2 എണ്ണം എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടും. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഇത് മക്കളെ, ഇത് നിങ്ങൾ പകർത്തി വരക്കണം. പകർത്തി വരക്കുന്നതിനാണ് നിങ്ങൾക്ക് 1 മാർക്ക്. അപ്പോൾ ഇതേ സാധനം നിങ്ങൾക്ക് ഇപ്പോൾ വരക്കാൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പകർത്തി വരച്ചാൽ മതി. എന്ന് വെച്ചാൽ ട്രേസ് എടുക്കണമെങ്കിൽ ട്രേസ് എടുക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് അമർത്തി പെൻസിൽ കൊണ്ട് വരച്ചിട്ട് നിങ്ങൾക്ക് അത് ട്രേസ് എടുക്കാം. ഓക്കെ, അങ്ങനെ അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇത് റീഡ്രോ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നെയിം ദ പാർട്സ് എ ആൻഡ് ബി. അപ്പോൾ ഇതിൽ നമുക്കിത് നല്ലപോലെ നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മുടെ സീലിയറി മസിൽ അല്ലെങ്കിൽ സീലിയറി പേശികളാണ്. അടുത്തതായിട്ട് എന്താണ്, നമ്മുടെ ബ്ലൈൻഡ് സ്പോട്ട് അല്ലെങ്കിൽ അന്ധബിന്ദുവാണ്. ബ്ലൈൻഡ് സ്പോട്ട് അല്ലെങ്കിൽ അന്ധബിന്ദുവാണ്. ഓക്കെ, ഇനി ഹൗ ഡസ് പാർട്ട് എ റെഗുലേറ്റ് ദ കർവേച്ചർ ഓഫ് ദ ലെൻസ് വെൻ ലുക്കിംഗ് അറ്റ് നിയർ ബൈ ഒബ്ജക്റ്റ്. തൊട്ടടുത്തുള്ള ഒബ്ജക്റ്റിനെ നോക്കുമ്പം ഈ പാർട്ട് എങ്ങനെയാണ് നമ്മുടെ ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും, തൊട്ടടുത്തുള്ള ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ അതേ അടുത്തുനിന്ന് കാണുമ്പോൾ നമ്മളിങ്ങനെ വീർത്തിരിക്കുന്നതായിട്ടാണ് നമ്മുടെ കോഡ് അല്ലെ. സെൽഫി എടുക്കുന്ന ആലോചിച്ചാൽ മതി, അടുത്തുനിന്ന് എടുത്താൽ നമ്മൾ വീർത്തിരിക്കും. അപ്പോൾ ഇതിങ്ങനെ വീർത്തിരിക്കുന്നുണ്ടെങ്കിൽ ലിഗമെന്റ്സ് എന്താണ്, ലിഗമെന്റ്സ് റിലാക്സ് ആണ്. അപ്പോൾ ആരാണ് സ്ട്രെച്ച് ചെയ്തത്, സീലിയറി മസിൽസ് സ്ട്രെച്ച്. സീലിയറി മസിൽസിൽ എന്ത് മാറ്റം ഉണ്ടാവും എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് പറയും, സീലിയറി മസിൽസ് എന്ത് ചെയ്യുന്നുണ്ട്, സ്ട്രെച്ച് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കോൺട്രാക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ലിഗമെന്റ്സ് റിലാക്സ് ചെയ്യും, അപ്പോൾ കർവേച്ചർ കൂടും. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഇത്തവണത്തെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു മാറ്റം വരുത്തിയിട്ടുള്ള ഒരു ഡയഗ്രാം കൂടിയാണ് ഇത്. വിച്ച് പ്രോസസ് ഇൻഡിക്കേറ്റഡ് ഇൻ ദ ഇല്ലസ്ട്രേഷൻ. ഇവിടെ എന്താ കാണിച്ചിരിക്കുന്നത് അല്ലേ, നമ്മുടെ പാത്തോജൻ അല്ലെങ്കിൽ രോഗാണുവിന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അയാളെ വിഴുങ്ങിയിട്ട് നശിപ്പിക്കുകയാണ് അല്ലേ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഫാഗോസൈറ്റോസിസ്. ഫാഗോസൈറ്റോസിസ്. ഇനി ഇല്ലസ്ട്രേറ്റ് ദ സ്റ്റെപ്സ് ഓഫ് ദിസ് പ്രോസസ് ഇൻ ദ ഫോം ഓഫ് എ ഫ്ലോ ചാർട്ട്. ഒരു ഫ്ലോ ചാർട്ടിൻ്റെ രൂപത്തിൽ ഈ സ്റ്റെപ്സ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ സ്റ്റെപ്പ് എഴുതണം. ആദ്യം തന്നെ എന്താണ്, നമ്മുടെ ഫാഗോസൈറ്റ് എവിടെ എത്തുന്നു, ദ ഫാഗോസൈറ്റ് റീച്ചസ് നിയർ ദ പാത്തോജൻ. ഫാഗോസൈറ്റ് എന്ന് പറയുമ്പോൾ ന്യൂട്രോഫിലോ മോണോസൈറ്റോ ആവാം. അവരെന്ത് ചെയ്യും, നമ്മുടെ രോഗാണുവിൻ്റെ അടുത്ത് എത്തുന്നു. എന്ത് ചെയ്യുന്നു, റിസെപ്റ്ററിൻ്റെ സഹായത്തോട്, ഗ്രാഹികളുടെ സഹായത്തോട് കൂടിയിട്ട് പാത്തോജനെ എന്ത് ചെയ്യുന്നു, എൻഗൾഫ് ചെയ്തിട്ട് ഒരു മെംബ്രെയിൻ സാക്കിൻ്റെ ഉള്ളിലാക്കി മാറ്റുന്നു. അതിനെയാണ് നമ്മൾ ഫാഗോസോം എന്ന് പറയാം. ഇനി ഈ ഫാഗോസോമും ലൈസോസോമും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഫാഗോ ലൈസോസോം രൂപപ്പെടുന്നു. ലൈസോസോമിനകത്തുള്ള എൻസൈമുകൾ പാത്തോജനെ ഡെസ്ട്രോയ് ചെയ്യുന്നു. അങ്ങനെ ബാക്കിയുള്ള അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ ഡെബ്രിസ് നമ്മൾ പുറത്ത് കളയുന്നു. അപ്പോൾ ആദ്യം റിസെപ്റ്റേഴ്സ് ബൈൻഡ് ചെയ്യുന്നു, ദെൻ ഫാഗോസോം രൂപപ്പെടുന്നു. രണ്ടും കൂടെ കൂടിച്ചേർന്ന് ഫാഗോ ലൈസോസോം ഈ എൻസൈമുകൾ ഇവരെ നശിപ്പിക്കുന്നു, വേസ്റ്റ് നമ്മൾ കളയുന്നു. പണി കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ ഡയഗ്രാം. മക്കളെ ടെക്സ്റ്റ് ബുക്കിൽ ഇത്തവണ പുതിയ പുതിയ നല്ല നല്ല ഡയഗ്രാംസ് ഒക്കെ തന്നിട്ടുണ്ട്. ഓരോ അസുഖങ്ങളുടെ ആയിക്കോട്ടെ, ഓരോ പ്രോസസ്സിൻ്റെ ആയിക്കോട്ടെ, ഈ ഡയഗ്രാംസ് ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക, വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. ഓക്കെ, ഒബ്സർവ് ദ ഫോളോയിങ് ഇല്ലസ്ട്രേഷൻ ഓഫ് എ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. അതായത് ഒരു പകരുന്ന അസുഖത്തിൻ്റെ ഒരു പിക്ചറാണ് തന്നിട്ടുള്ളത്. ഓക്കെ, മൊസ്കിറ്റോ ആണ് പരത്തുന്ന ആൾ. ചോദ്യം, ഐഡൻറ്റിഫൈ ദ ഡിസീസ് ആൻഡ് റൈറ്റ് ദ സിംറ്റംസ്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ ലിവറിൽ ആദ്യം ബാധിച്ചു, പിന്നെ നമ്മുടെ RBCനെ ബാധിക്കുന്ന ഈ അസുഖമാണ് മലേറിയ. അപ്പം മലേറിയ വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ടുണ്ടാകുന്ന ഇടവിട്ടുള്ള പനിയാണ്. ഓക്കെ, ഇൻ്റർമിറ്റൻ്റ് ആയിട്ടുള്ള ഫീവർ ഉണ്ടാകും. അതേപോലെ തന്നെ നമുക്ക് ചിൽസ്, കുളിരുണ്ടാകും, ഷിവറിങ് ഉണ്ടാവും, അനീമിയ ഉണ്ടാവും, വൊമിറ്റിംഗ് ഉണ്ടാവും, ഹെഡേക്ക് ഉണ്ടാകും, ഡയറിയ ഉണ്ടാകും, എല്ലാം ഉണ്ടാവും. ഓക്കെ, ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ. വാട്ട് ആർ ദ പ്രിക്കോഷൻസ് ക്യാൻ ബി ടേക്കൺ. മക്കൾ ഇത് കൊതുകാണ് പരത്തുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുക്കാൻ പറ്റുക, നമ്മൾക്ക് മൊസ്കിറ്റോസ് പകരാനുള്ള അല്ലെങ്കിൽ മൊസ്കിറ്റോസിൻ്റെ ബ്രീഡിംഗ് ഗ്രൗണ്ട്സ് നശിപ്പിക്കാം. അതിന് വേണ്ടിയിട്ട് വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കണം. സ്റ്റാഗ്നന്റ് വാട്ടറിലാണ് കൊതുക് മുട്ടയിടുക. അപ്പോൾ വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക. വീടുകളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, മൊസ്കിറ്റോ കൺട്രോളിന് വേണ്ടിയിട്ട് മൊസ്കിറ്റോ നെറ്റുകളൊക്കെ എവിടെ ഉപയോഗിക്കണം, നമ്മുടെ ജനലിലൊക്കെ ഉപയോഗിക്കണം. ആ രീതിയിൽ കൊതുകിനെ കൺട്രോൾ ചെയ്താലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഈ അസുഖം കൺട്രോൾ ചെയ്യാൻ പറ്റുക. ഇനി പറഞ്ഞില്ലേ, അടുത്തത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ഡയഗ്രാമാണ്. ദ ഇല്ലസ്ട്രേഷൻ ഷോസ് എ ഡിസീസ് ദാറ്റ് കോസ് എക്സസീവ് ബ്ലീഡിങ്. എന്താണ്, ചെറിയ മുറിവിൽ നിന്ന് പോലും ഒത്തിരി രക്തം നഷ്ടപ്പെടുന്ന ഒരു അസുഖമാണ് തന്നിരിക്കുന്നത്. നെയിം ദ ഡിസീസ് ആൻഡ് വാട്ട് ഇസ് ദ കോസ്. അപ്പോൾ ചെറിയ മുറിവിൽ നിന്ന് പോലും അല്ലേ, സാധാരണ ഒരു മുറിവ് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ എന്ത് ഫോം ചെയ്യും, ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യണം. പക്ഷെ ഇവിടെ അത് ഫോം ചെയ്യാതെ ബ്ലഡ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്ന അവസ്ഥയാണ് ഹീമോഫീലിയ.
ഓക്കെ, ഇതിന് കാരണം എന്താണ്? ജീൻ ഡിഫക്റ്റ് ആണ് അല്ലേ? ജീൻ ഡിഫക്റ്റ്. ഏത് ജീനിനാണ് ഡിഫക്റ്റ് ആയത്? നമ്മുടെ രക്തം കട്ട പിടിക്കാൻ ആവശ്യമായ പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ജീന്. ബ്ലഡ് ക്ലോട്ടിംഗ് പ്രോട്ടീൻ, ബ്ലഡ് ക്ലോട്ടിംഗ് പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ജീൻ, ജീൻ വിച്ച് കോസ് ബ്ലഡ് ക്ലോട്ടിംഗ്. അതിന് കാരണമായിട്ടുള്ള ആ പ്രോട്ടീന് കാരണമായിട്ടുള്ള ജീൻ എന്താണ്? തകരാറിലായി പോയതാണ്. അതാ ഡിഫക്റ്റ് ഓഫ് ദ ജീൻ ദാറ്റ് കൺട്രോൾ ദ പ്രൊഡക്ഷൻ ഓഫ് പ്രോട്ടീൻ റെസ്പോൺസിബിൾ ഫോർ ബ്ലഡ് ക്ലോട്ടിംഗ്. അപ്പം മിസ് ഇങ്ങനത്തെ എഴുതുന്നില്ല. അപ്പം നമ്മുടെ പ്രോട്ടീൻ രക്തം കട്ട പിടിക്കാൻ ആവശ്യമായ പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ജീൻ തകരാറിലായി. ജീൻ ഇല്ലെങ്കിൽ പ്രോട്ടീൻ ഇല്ല, പ്രോട്ടീൻ ഇല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ട് ഇല്ല. ഓക്കെ, ദെൻ സജസ്റ്റ് എനി വൺ മെത്തേഡ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ഫോർ ദിസ്. ഇതിന് നമുക്ക് ജീൻ തെറാപ്പിയാണ് ഒരു പെർമനൻറ്റ് മെത്തേഡായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെച്ച് എന്ത് ചെയ്യേണ്ടി വരും? നമ്മുടെ ബ്ലഡ് മാറ്റം ചെയ്യേണ്ടി വരും. അപ്പം മെയിനായിട്ട് നമുക്ക് ജീൻ തെറാപ്പിയാണ്. അതുപോലെ തന്നെ പ്രോട്ടീൻ തെറാപ്പി, അതായത് ഈ പ്രോട്ടീനല്ലേ നമുക്ക് രക്തം കട്ട പിടിക്കാൻ ആവശ്യമായ ആ പ്രോട്ടീൻ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ആ ഒരു പേഷ്യൻറ്റിൻ്റെ ശരീരത്തിലേക്ക് കുത്തിവെക്കുക. അപ്പോൾ രക്തം കട്ട പിടിക്കാൻ ആവശ്യമായ പ്രോട്ടീൻ ആണല്ലോ ഇല്ലാത്തത്, ആ പ്രോട്ടീൻ കുത്തിവെക്കുക അല്ലെങ്കിൽ ജീൻ തെറാപ്പി ചെയ്യാം. ദെൻ അടുത്തത്, ഇത് വീണ്ടും നമ്മളുടെ മറ്റൊരു ഡയഗ്രമാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ഫൈബേഴ്സും RBCയും എല്ലാം കൂടെ ചേർന്നിട്ടൊരു കട്ട രൂപപ്പെട്ടു അല്ലേ? സോ എക്സ് ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? വിച്ച് ഇമ്മ്യൂൺ മെക്കാനിസം ഇസ് ഷോൺ ഇൻ ദ ഇല്ലസ്ട്രേഷൻ. ഓക്കെ, ഇത് നോക്കിയിട്ട് ഇത് എന്താണ് കാണിച്ചിരിക്കുന്നത്? നമ്മുടെ രക്തം കട്ട പിടിക്കുന്ന മെക്കാനിസമാണ് കാണിച്ചിരിക്കുന്നത്. ഇനി 2 മാർക്കിൻ്റെ ചോദ്യമാണ്, എക്സ്പ്ലെയിൻ ഹൗ ദിസ് പ്രോസസ് ടേക്സ് പ്ലേസ്. ഇത് എങ്ങനെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പ്രധാനപ്പെട്ടതാണ്. ആദ്യം നമ്മുടെ ടിഷ്യൂസ് അല്ലേ, അതേപോലെ തന്നെ പ്ലേറ്റ്ലെറ്റ്, ഇവർ രണ്ടുപേരും ഡീജനറേറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ശിഥിലീകരിക്കും. എന്നിട്ട് ത്രോംബോപ്ലാസ്റ്റിൻ ഇപ്പുറത്തെ ആൻസർ ഉണ്ട്, അതാ മിസ് ഡീറ്റെയിൽ ആയിട്ട് എഴുതാത്ത. ഈ ത്രോംബോപ്ലാസ്റ്റിൻ എന്താണ് ചെയ്യുക? നമ്മുടെ പ്രോത്രോംബിൻ എന്താക്കി മാറ്റും? ത്രോംബിനാക്കി മാറ്റും. ഈ ത്രോംബിൻ എന്താ ചെയ്യുക? ഫൈബ്രിൻ ഫൈബേഴ്സ് ആക്കി മാറ്റും. ഓക്കെ, ഇപ്പോൾ ഇത് ഈ ആരോ മാർക്കിന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, റിയാക്ഷൻ നടത്തുന്ന ആൾക്കാരാണ് ഇവർ. ഇതാ ത്രോംബോപ്ലാസ്റ്റിൻ പ്രോത്രോംബിനെ ത്രോംബിനാക്കും, ത്രോംബിൻ ഫൈബ്രിനോജനെ ഫൈബ്രിൻ ഫൈബേഴ്സ് ആക്കും, ഫൈബ്രിൻ ഫൈബേഴ്സും RBCയും കൂടെ ചേരുമ്പോൾ ബ്ലഡ് ക്ലോട്ട് ആവും. ഓക്കെ, അതാണ് നമ്മുടെ സ്റ്റെപ്സ്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതേപോലെ തന്നെ അവിടെ നമ്മൾക്ക് 2 ആൾക്കാർ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതൊന്നാണ് വൈറ്റമിൻ കെയും കാൽഷ്യം 2+. വൈറ്റമിൻ കെയും കാൽഷ്യം 2+ ഇത് ഫോം ചെയ്യാൻ നമുക്ക് അത്യാവശ്യമാണ് കേട്ടോ. കാൽഷ്യം അയോൺസും വൈറ്റമിൻ കെയും ഈ ഒരു പ്രോസസ്സിന് അത്യാവശ്യമാണ്. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പിക്ചറാണ്. വിച്ച് ഇമ്മ്യൂൺ മെക്കാനിസം ഇസ് ഷോൺ ഇൻ ദ ഇല്ലസ്ട്രേഷൻ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള പിക്ചേഴ്സ് പ്രത്യേകം മിസ് എടുത്തു പറയുന്നു, എക്സാമിന് ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ളതാണ്. അപ്പോൾ ഇവിടെ നോക്കി മക്കളെ, നമ്മുടെ സ്കിൻ ഇങ്ങനെ വീർത്ത് വരികയാണ്. നമ്മുടെ സ്കിൻ ഇങ്ങനെ വീർത്ത് വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് അല്ലെങ്കിൽ വീങ്ങൽ പ്രതികരണം. ഓക്കെ, വീങ്ങൽ പ്രതികരണം അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് എന്ന് പറയും. ഇനി ഹൗ ഡസ് ദിസ് പ്രോസസ് ഹെൽപ്സ് ഇൻ ഡെസ്ട്രോയിങ് പാത്തജൻ. രോഗാണുക്കളെ നശിപ്പിക്കാൻ ഈ പ്രവർത്തനം എങ്ങനെയാണ് നമ്മളെ സഹായിക്കാം? അതായത് നമ്മളൊരു മുറിവുണ്ടാകുമ്പോൾ രോഗാണുക്കൾ ഇതിലൂടെ ഈസി ആയിട്ട് കടക്കും. അപ്പോൾ മുറിവുണ്ടായ ഭാഗത്തെ ടിഷ്യൂസ് എന്ത് ചെയ്യും? ഹിസ്റ്റമിൻ ഉണ്ടാക്കും. ഈ ഹിസ്റ്റമിനാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ കാപ്പിലറീസ് രക്തക്കുഴലുകളെ വികസിപ്പിക്കും. കാപ്പിലറീസ് ഡൈലേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ്? കുറേ രക്തം ഇവിടേക്ക് ഒഴുകിയെത്തുമല്ലോ. കുറേ രക്തം ഇവിടേക്ക് ഒഴുകിയെത്തുമ്പോൾ രക്തത്തിൻ്റെ അകത്ത് ആരുണ്ട്? നമ്മുടെ ബ്ലഡിൽ WBC ഉണ്ട്, ഫാഗോസൈറ്റ്സ് ഉണ്ട്. അപ്പോൾ ഫാഗോസൈറ്റ്സ് എന്ത് ചെയ്യും? ഈ ഒരു പാത്തോജൻസിനെ വിഴുങ്ങി നശിപ്പിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കാൻ ആര് സഹായിക്കുന്നുണ്ട്? ഈ ഒരു പ്രവർത്തനം സഹായിക്കുന്നുണ്ട്. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ, ഇത് നമ്മുടെ ബിഹൈൻഡ് സെൻസസ് എന്ന് പറയുന്ന ചാപ്റ്ററിലാണ്. ഇതും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഡയഗ്രമാണ്. ഓക്കെ, എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? അപ്പർ ചേംബർ തന്നിട്ടുണ്ട്, ലോവർ ചേംബർ. ഇവിടെ എക്സ് എന്ന് പറഞ്ഞ ഒരാളെ മാർക്ക് ചെയ്തിട്ടുണ്ട്. വിച്ച് ഫ്ലൂയിഡ് ഫിൽസ് ഇൻ ദ അപ്പർ ആൻഡ് ലോവർ ചേംബർ. അപ്പം മുകളിലത്തെ ചേംബറിലും താഴത്തെ ചേംബറിലും നമ്മുടെ ചെവിയിലാണ് ഈ ഒരു പിക്ചർ ഉള്ളത്, പിക്ചറല്ല ഈ ഒരു സംഭവം ഉള്ളത്. അപ്പോൾ ഏതാണ്? അപ്പർ ആൻഡ് ലോവർ ചേംബറിൽ നമ്മുടെ പെരിലിംഫാണുള്ളത്, പെരിലിംഫ്. Okay, then write the name of the part labeled X. What is the importance of this in hearing process? അപ്പോൾ കേൾവിക്ക് ഈ X എന്ന് പറയുന്ന ഭാഗം എങ്ങനെ സഹായിക്കുന്നു? എന്താണ് X? അപ്പോൾ X എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർഗൻ ഓഫ് കോട്ടിയാണ്.
ഈ ഓർഗൻ ഓഫ് കോട്ടിയിലാണ് നമ്മുടെ ഓഡിറ്ററി റിസപ്റ്റേഴ്സ് ആയിട്ടുള്ള ഹെയർ സെൽസ് ഉള്ളത്. അപ്പോൾ എൻഡോലിംഫ് ഇളകുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ഇവിടെയുള്ള പെരിലിംഫുകളൊക്കെ ഇളകുന്ന സമയത്ത് ബേസിലാർ മെംബ്രെയിൻ ഇളകും. ബേസിലാർ മെംബ്രെയിൻ ഇളകി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മുടെ ഹെയർ സെൽസ് ഇളകും. ഹെയർ സെൽസ് ഇളകുന്ന സമയത്ത് അല്ലെങ്കിൽ ഹെയർ സെൽസ് ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്താണ് ഇമ്പൾസ് ഫോം ചെയ്യുക. ഈ ഇമ്പൾസ് ഓഡിറ്ററി നെർവ് വഴി ബ്രെയിനിൽ എത്തിയാലാണ് നമുക്ക് കേൾവി സംഭവിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഓഡിറ്ററി റിസപ്റ്റേഴ്സ്. ഇവരില്ലെങ്കിൽ നമുക്ക് കേൾവി കിട്ടൂല. ഓക്കെ, സോ ഇതിലുള്ള രോമകോശങ്ങളിൽ എത്തുന്ന കമ്പനം ആവേഗങ്ങൾ ഉണ്ടാക്കുകയും അത് നമ്മുടെ ശ്രവണനാഡി മസ്തിഷ്കത്തിൽ എത്തുമ്പോഴാണ് നമ്മളെ കേൾവിക്ക് സഹായിക്കുന്നത്. ഓക്കെ, ഇനി നമ്മളത് അടുത്ത ചോദ്യം, ഇതും നമ്മുടെ ബിഹൈൻഡ് സെൻസസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് മക്കളെ. നോക്കിക്കോട്ടോ. ഐഡൻറ്റിഫൈ ദ മസിൽസ് എ ആൻഡ് ബി. ഓക്കെ, ഇവിടെ രണ്ട് മസിൽസിനെ കാണിച്ചിട്ടുണ്ട്. അപ്പം മിസ് പറഞ്ഞത് നമ്മുടെ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ വരയ്ക്കുന്നതാണ് നമ്മൾ എന്ത് പറയാം? റേഡിയൽ മസിൽസ് അല്ലേ? റേഡിയസ്, നമ്മൾ മാത്സിൽ നിങ്ങൾ റേഡിയസ് ഒക്കെ വരയ്ക്കില്ലേ? സോ ഇത് റേഡിയൽ മസിൽസ് അല്ലെങ്കിൽ ദീർഘപേശി. എനിക്ക് തോന്നുന്നു മലയാളത്തിലും റേഡിയൽ മസിൽ തന്നെയാണ് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. ഇതെന്താണ്? വട്ടത്തിൽ കാണുന്നതാണ് സർക്കുലാർ മസിൽ അല്ലെങ്കിൽ വലയപേശി. സർക്കുലാർ മസിൽ അല്ലെങ്കിൽ വലയപേശി. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ഹൗ ഡസ് ദെയർ ആക്ഷൻ ഡിഫർ ഇൻ ബ്രൈറ്റ് ആൻഡ് ഡിം ലൈറ്റ്? ബ്രൈറ്റ് ലൈറ്റിൽ എന്താ ചെയ്യുക? പ്യൂപ്പിളിൻ്റെ സൈസ് ചെറുതായിരിക്കും, അപ്പോൾ സർക്കുലാർ മസിൽസ് എല്ലാം കോൺട്രാക്ട് ചെയ്യും. ഡിം ലൈറ്റിൽ പ്യൂപ്പിൾ വലുതായിരിക്കും, അപ്പോൾ റേഡിയൽ മസിൽസ് ആണ് കോൺട്രാക്ട് ചെയ്യുക. ഇൻറ്റൻസ് ലൈറ്റിൽ സർക്കുലാർ മസിൽസ് കോൺട്രാക്ട്, ഡിം ലൈറ്റിൽ റേഡിയൽ മസിൽസ് കോൺട്രാക്ട്. റേഡിയൽ മസിൽസ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ വലിയ പ്യൂപ്പിൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ആൻഡ് സർക്കുലാർ മസിൽസ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ പ്യൂപ്പിൾ ചെറുതായിരിക്കും. ഓക്കെ, ആൻഡ് നമ്മുടെ ഈ ഒരു സെഷനിലുള്ള ഈ ഒരു ചാപ്റ്ററിലുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അടുത്തത് ATRMS വന്നിട്ട് കീമോ റിസപ്ഷൻ്റെ ചാപ്റ്ററിലുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പറഞ്ഞുതരും. അതും കൂടെ നോക്കിയിട്ട് എൻ്റെ കുട്ടികൾ പോകാവുള്ളൂ, കാരണം ഈ ചാപ്റ്റേഴ്സിനൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നതാണ്. ഇനി മക്കളിതാ, during a school blood donation camp, a student was given opportunity to match donors and recipients blood. അതായത് സ്കൂളിൽ നിങ്ങൾക്ക് ഇങ്ങനെ ബ്ലഡ് ക്യാമ്പുകളൊക്കെ നടത്താറുണ്ട് അല്ലേ? അപ്പോൾ ഒരു കുട്ടിക്ക് എന്തിനുള്ള അവസരം കിട്ടി? സ്വീകർത്താക്കളുടെയും ദാതാക്കളുടെയും രക്തം തമ്മിൽ മാച്ച് ചെയ്യാനുള്ള അവസരം കിട്ടി. വാട്ട് ഫാക്ടേഴ്സ് വുഡ് കൺസിഡർ ഫോർ ദിസ്? അപ്പോൾ നമ്മുടെ ഡോണറിൻ്റെ റെസിപ്പിയൻ്റെ ബ്ലഡ് മാച്ച് ആണോ എന്ന് നോക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെ നോക്കണം? നമ്മൾ ആദ്യം എന്താണ്? നമ്മുടെ ആൻറ്റിജനും ആൻറ്റിബോഡിയും മാച്ച് ആണോ എന്ന് നോക്കണം അല്ലേ? ദാതാവിൻ്റെയും സ്വീകർത്താവിൻ്റെ, ഇപ്പോൾ ദാതാവിൻ്റെ ആൻറ്റിജനും സ്വീകർത്താവിൻ്റെ ആൻറ്റിബോഡിയും നോക്കണം. അപ്പോൾ സ്വീകരിക്കുന്ന ആളുടെ ശരീരത്തിൽ ഇല്ലാത്ത ആൻറ്റിജൻ വാങ്ങിയാൽ അല്ലെങ്കിൽ വന്നാൽ പ്രശ്നമാണ്. അതുപോലെ RH ആൻറ്റിജനും മാച്ച് ആണോ എന്ന് നോക്കണം. ഓക്കെ, അടുത്തത്, വാട്ട് ഹാപ്പൻ ഇഫ് ദ ഡോണേഴ്സ് ബ്ലഡ് കണ്ടെയ്ൻ ആൻ ആൻറ്റിജൻ ദാറ്റ് ഇസ് നാച്ചുറലി ആബ്സെൻറ്റ് ഇൻ ദ റെസിപ്പിയൻ ബ്ലഡ്? സ്വീകരിക്കുന്ന ആളുടെ ശരീരത്തിൽ നാച്ചുറലി ഇല്ലാത്ത ഒരു ആൻറ്റിജൻ ആണ് ഡോണറുടെ ബ്ലഡ് വഴി വരുന്നതെങ്കിലോ അവിടെ എന്ത് ചെയ്യും? ബ്ലഡ് ക്ലോട്ടിങ്, ബ്ലഡ് കൊയാഗുലേഷൻ സംഭവിക്കും, പ്രശ്നമാണ്. ഓക്കെ, സോ നാച്ചുറലി ആബ്സെൻ്റ് ആയിട്ടുള്ള ഒരു ആൻറ്റിജൻ വന്നു കഴിഞ്ഞാൽ ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ട് ചെയ്തിട്ട് ബ്ലഡ് ക്ലോട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അത്രയാണ് നമുക്കിതാ ഈ രണ്ട് ചാപ്റ്റേഴ്സ് എന്ന് പറയാനുള്ളത്. അടുത്ത കീമോ റിസപ്ഷനും കൂടെ പറഞ്ഞു കഴിഞ്ഞാലാണ് നമ്മുടെ ഈ ഒരു ക്രിസ്മസ് എക്സാമിൻ്റെ ചാപ്റ്റേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഭാഗങ്ങൾ കവർ ആവുക. സോ ആ ഒരു ഭാഗവും കൂടി കാണാം, കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. ATRMS ആ ഒരു ചാപ്റ്റർ കൂടി സെറ്റാക്കി തരുന്നതായിരിക്കും. ഹലോ മക്കളെ, അപ്പോൾ നമ്മുടെ കീമോ റിസപ്ഷൻ ഓർഗാനിസം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ നിന്നും മിസ് തിരഞ്ഞെടുത്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് എന്തായാലും എക്സാമിന് ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, വേഗം തന്നെ നോക്കി നോക്കാം. അപ്പോൾ ഇവിടെ തന്നെ ഫസ്റ്റ് തന്നെ പ്ലാൻ ഹോർമോൺസ്, എന്തായാലും മക്കളെ പ്ലാൻ ഹോർമോൺസിൻ്റെ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എന്താ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ദ ഫോളോയിങ് ഹോർമോൺസ് ഇൻ ദ പ്രോസസ് ഷോൺ ഇൻ ദ ഇലസ്ട്രേഷൻ. അതായത് ഇവിടെ നമ്മുടെ ജിബറലിൻ സൈറ്റോകൈന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വിത്ത് മുളയ്ക്കുന്ന ഒരു ഘട്ടമാണ് അല്ലേ? അപ്പോൾ ആ ഒരു വിത്ത് ഇങ്ങനെ മുളയ്ക്കുന്ന സ്റ്റേറ്റിൽ നമ്മുടെ ജിബറലിനും സൈറ്റോകൈൻ്റെ പണി എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയേണ്ടത്? ജിബറലിൻ ആണെന്നുണ്ടെങ്കിൽ സി ഡോമൻസി ബ്രേക്ക് ചെയ്യുകയാണല്ലേ, അതായത് വിത്തിൻ്റെ ആ ഒരു സുപ്താവസ്ഥ ഇല്ലാതാക്കുന്ന ഒരാളാണ്, വിത്ത് മുളയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒരാളാണ് ജിബറലിൻ, മോട്ടിവേഷൻ കിങ് അല്ലേ? പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സൈറ്റോകൈൻ എന്താ ചെയ്യുന്നത്? സെൽ ഡിവിഷനും സെൽ ഡിഫറൻസിയേഷനും അല്ലെ, കോശ വിഭജനവും കോശ വൈവിധ്യവൽക്കരണവും നടത്താനായിട്ട് സഹായിക്കുന്ന ഒരാളാണ് ആര്? സെൽ ഡിഫറൻസിയേഷൻ നടത്താനായിട്ട് സഹായിക്കുന്ന ഒരാളാണ് ആര്? അതാണ് നമ്മുടെ സൈറ്റോകൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്, നമ്മളോട് എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ടുള്ള അതിനെ മാച്ച് ചെയ്യാനായിട്ടാണ് ക്വസ്റ്റ്യൻ. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇവിടെ ആൽഡോസ്റ്റിറോണിന് മാച്ച് ആയിട്ട് ആരാളുള്ളത്? ആൽഡോസ്റ്റിറോണിൻ്റെ പണി എന്താണ്? റെഗുലേറ്റ് ബ്ലഡ് പ്രഷർ അല്ലെ. ഈ ആൽഡോസ്റ്റിറോൺ നോക്കിക്കഴിഞ്ഞാൽ മിനറൽസിനെയൊക്കെ കറക്റ്റായിട്ട് ലെവലിൽ നിർത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ എന്താണ്? ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്.
പിന്നെ അതേപോലെ തന്നെ ആൻഡ്രോജൻ എന്താണ്? സെക്ഷൽ ഡെവലപ്മെൻ്റ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നു. ദെൻ കോർട്ടിസോൾ എന്താ മക്കളെ? നമ്മുടെ ഇമ്മ്യൂൺ റെസ്പോൺസസിനെയൊക്കെ സപ്രസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? മാച്ച് ദ ഫോളോയിങ് പോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ ഹോർമോൺസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ചോദിക്കാം. ഓക്കെ, ഇപ്പോൾ മലയാളം വേണമെന്നുണ്ടെങ്കിൽ മലയാളത്തിൽ ഇതാ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് ഒരു അശ്വമേധം കളിയാണ്. അതായത് ഇവിടെ 2 സൂചനകളൊക്കെ തരും. അപ്പോൾ അതാരാണ് ഹോർമോൺ എന്നുള്ളത് മനസ്സിലാക്കണം. ഓക്കെ, ഇവാലുവേറ്റ് ദ സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു എ ഹോർമോൺ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. അപ്പോൾ ചോദ്യം ഇതാണ്. ഓപ്ഷൻ നമുക്ക് സൂചനകൾ തന്നിട്ടുണ്ട്. ഒന്നാമത്തേതാണ് സ്റ്റോർഡ് ഇൻ പോസ്റ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ പോസ്റ്റീരിയർ ലോബ്, അതായത് അതിൻ്റെ പിൻതളത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? പിൻതളത്തിലാണ് സംഭരിച്ച് വെച്ചിട്ടുള്ളത്. ഇനി എന്താണ്? ശരീരത്തിലെ ജലസന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്നു. ഓക്കെ, ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ വാട്ടർ ബാലൻസ് ഇൻ ദ ബോഡി. ആരാണ് അയാൾ? ആരായിരിക്കും? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ആരായിരിക്കും മക്കളെ? ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ വാസോപ്രസിൻ ആണല്ലേ. ആൻസർ വാസോപ്രസിൻ ആണ്. വിച്ച് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ഇറ്റ്? ആരാണ് മക്കളെ? ഹൈപ്പോതലാമസ് ആണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഹൗ ഡാസ് ദിസ് ഹോർമോൺ മെയിൻറ്റെയിൻ വാട്ടർ ബാലൻസ് ഇൻ ദ ബോഡി ഡ്യൂറിങ് സമ്മർ ആൻഡ് വിൻ്റർ? സമ്മർ സമയത്തും അതേപോലെ തന്നെ വിൻ്റർ ടൈമിലും എങ്ങനെയാണ് ഇത് വാട്ടറിൻ്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മുടെ സമ്മർ സീസൺ ആണെന്ന് വിചാരിക്കുക. ചൂട് കാലമാണ്. ആ സമയത്ത് ഭയങ്കര സ്വെറ്റായിരിക്കും അല്ലേ? ഭയങ്കരമായിട്ട് നമുക്ക് ചൂട് ഇങ്ങനെ ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്? സ്വെറ്റിലൂടെയൊക്കെ ഒരുപാട് വേർപ്പിലൂടെയൊക്കെ കുറേ വാട്ടറൊക്കെ ലോസ് ആയി പോകും. അതുകൊണ്ട് തന്നെ നമുക്ക് ഡീഹൈഡ്രേഷൻ ആവും അല്ലേ? അപ്പോൾ സമ്മർ സീസണിൽ എന്ത് ചെയ്യും? ഇവരുടെ വാസോപ്രസിൻ്റെ പണി എന്താണ്? ADH എന്നാണ് പറയുക, ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ എന്നാണ് പറയുക. അതായത് ഇവരെ ഡയൂറസിസ് എന്താണ്? യൂറിനിലൂടെ വാട്ടർ പോവുക. അപ്പോൾ ഇവരെന്താണ്? ആൻറ്റി ഡയൂററ്റിക്, അതായത് എന്താണ്? യൂറിനിലൂടെ വാട്ടർ പോകാതിരിക്കാനായിട്ട് അതായത് പോകാനായിട്ട് തടഞ്ഞു നിർത്താം. ഓക്കെ, യൂറിനിലൂടെ വെള്ളം പോകരുത്. അതെന്ത് ചെയ്യുന്നു? റീഅബ്സോർബ് ചെയ്തെടുക്കുക, തിരിച്ചു വിളിക്കുക, പുനരാകിരണം നടത്തുക. അതാണ് ഇവരുടെ പണി. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്? സമ്മർ സീസണിൽ നമ്മൾ ഭയങ്കരമായിട്ട് വയർത്തൊക്കെ ഒലിച്ച് നമുക്ക് ഭയങ്കരമായിട്ട് ചൂടൊക്കെ കാരണം കുറേ വാട്ടറൊക്കെ ലോസായി പോയി വയർപ്പിലൂടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബോഡിയിൽ ഭയങ്കര വെള്ളമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആര് ഇടപെട്ടു? വാസോപ്രസിൻ്റെ ഇടപെട്ടു. വാസോപ്രസിൻ്റെ അളവ് കൂടി. അപ്പോൾ അതുകൊണ്ട് തന്നെ വാസോപ്രസിൻ്റെ മെയിനായിട്ടുള്ള പണി എന്താണ്? കിഡ്നിയിൽ നിന്നും വാട്ടർ റീഅബ്സോർബ് ചെയ്തു. അതുകൊണ്ട് തന്നെ യൂറിൻ്റെ അളവ് എന്ത് ചെയ്യുന്നു? യൂറിൻ്റെ അളവ് കുറയും. കാരണം കിഡ്നിയിൽ നിന്ന് വലിച്ചെടുത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂറിൻ്റെ അളവ് കുറഞ്ഞു. ഇനി വിൻ്റർ ടൈമിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് വയർപ്പിലൂടെ അങ്ങനെ വലിയ നഷ്ടമൊന്നുമില്ല. ആ സമയത്ത് അത്ര ചൂടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വയർപ്പിലൂടെ ഒരുപാട് നമുക്ക് ജലനഷ്ടമൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വാസോപ്രസിൻ്റെ അത്ര വലിയ ആവശ്യമില്ലല്ലോ. സോ അതുകൊണ്ട് തന്നെ വാസോപ്രസിൻ്റെ അളവ് കുറയുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കിഡ്നിയിൽ നിന്നും വാട്ടറിൻ്റെ റീഅബ്സോർപ്ഷനും കുറയുന്നു. തന്മൂലം എന്ത് ചെയ്യുന്നു? യൂറിൻ്റെ അളവ് കൂടുന്നു. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മലയാളത്തിലുള്ള ആൻസർ ആയിട്ട് മിസ് അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ദ സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ദ ഹോർമോണൽ ഡിസോർഡേഴ്സ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഇവിടെ ഏതാണ് ഹോർമോണൽ ഡിസോർഡർ എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അതെന്ന് പറയുന്നത് റിലേറ്റഡ് ടു ഗ്രോത്ത് ഹോർമോൺ. നമ്മുടെ ഗ്രോത്ത് ഹോർമോണുമായിട്ട്, വളർച്ചാ ഹോർമോണുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പിന്നെ ഇത് വളർച്ചാ കാലഘട്ടത്തിൽ സംഭവിക്കുന്നു അല്ലേ? അതായത് ഒക്കേഴ്സ് ഡ്യൂറിങ് ദ ഗ്രോത്ത് പീരീഡ്, വളർച്ചാ പീരീഡിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതാണ് ഹോർമോണൽ ഡിസോർഡേഴ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? വളർച്ചാ ഹോർമോണിൽ നടക്കുന്നത് 2 എണ്ണമുള്ളത് അല്ലേ? ഏതൊക്കെയാണ് എനിക്ക് മക്കളെ? ഒന്ന് ജൈജാൻഡിസും അതേപോലെ തന്നെ ഡ്വാർഫിസും. ഓക്കെ, ഇനി റൈറ്റ് ദ കോസ് ആൻഡ് സിംറ്റംസ് ഓഫ് ഈച്ച്. നമുക്ക് ഇത് കൂടെ ഡ്വാർഫിസ് എന്തായിരിക്കും? വളർച്ചാ കാലഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിൻ്റെ അളവ് എന്ത് ചെയ്യുന്നു? കുറയുന്നതാണ് പ്രശ്നം. സോ അതുകൊണ്ട് തന്നെ സ്റ്റണ്ടർ ഗ്രോത്ത്, വളർച്ച മുരടിച്ചു പോകും. ഇനി ജൈജാൻഡിസം അഥവാ ഭീമാകാരത്ത് നോക്കി എന്താണ്? വളർച്ചാ കാലഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിൻ്റെ അളവ് ഭയങ്കരമായിട്ട് കൂടുന്നതാണ് പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്? അമിതമായിട്ടുള്ള വളർച്ച അവിടെ ഉണ്ടാകുന്നു. ഓക്കെ, ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ദ ഗ്രാഫ് ഷോയിങ് ദ FBS ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ, ഷുഗർ ലെവലാണ്. 3 ഇൻഡിവിജ്വൽസിനെയാണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ആൻസർ ചെയ്യാൻ ആൻസർ പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. വിച്ച് പേഴ്സൺ ഹാസ് ഡയബറ്റീസ്? ഇതിൽ ആർക്കാണ് മക്കളെ ഡയബറ്റീസ് ഉള്ളത്? ഓൾറെഡി ഇത് കൂടി നിൽക്കുന്ന ഒരു അവസ്ഥ അല്ലേ? ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കിക്കഴിയുമ്പോൾ അതിൽ ഇയാൾക്കാണ് കൂടി നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്? ഇയാൾക്കാണ് ഭയങ്കര കൂടുതൽ അല്ലേ? ഹൗ ക്യാൻ ഇറ്റ് ബി ഐഡൻറ്റിഫൈ ത്രൂ ഗ്രാഫ് അനാലിസിസ്? അപ്പോൾ നമ്മൾ എന്ത് പറയുക? ഇത് എങ്ങനെയാണ് ഗ്രാഫ് വിശകലനത്തിലൂടെ നമ്മളത് എങ്ങനെ മനസ്സിലാക്കി ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക? പേഴ്സൺ ബിക്കാണ് ഇതുള്ളത്, ഈ പറയുന്ന ഷുഗർ ഉള്ളത്, ഡയബറ്റീസ് ഉള്ളത്. കാരണം എന്ന് വെച്ചാൽ FBSൻ്റെ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരിൽ എങ്ങനെയാണ്? നോർമൽ ലെവൽ എന്ന് വെച്ചാൽ 70 to 100 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ ആണ്. പക്ഷേ ഇവിടെ എന്താണ്? ഇവിടെ അതിനേക്കാളും കൂടുതലാണ്, 180 ആണ് കാണുന്നത് അല്ലേ? ഈ ഒരു പിക്ചർ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം അദ്ദേഹത്തിന് എത്രയാണ്? 180 ആണുള്ളത്. അതുകൊണ്ടാണ് എന്ത് നമ്മൾ പറഞ്ഞത്? അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തിന് ഡയബറ്റിക് ആണെന്ന് പറഞ്ഞത് അല്ലേ? ഇനി ഫർദർ ടെസ്റ്റിംഗ് റിവീൽ ദാറ്റ് ദിസ് പേഷ്യൻ്റ് ഹാസ് ടൈപ്പ് 1 ഡയബറ്റിസ്. വാട്ട് ഡസ് ദിസ് മീൻ? ഓക്കെ, ടൈപ്പ് 1 ഡയബറ്റിസ് ഉണ്ടെന്നാണ് ടെസ്റ്റ് ചെയ്തപ്പോൾ മനസ്സിലായത്. അപ്പോൾ ഈ ടൈപ്പ് 1 ഡയബറ്റിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, എന്താണ് മക്കളെ ടൈപ്പ് 1 ഡയബറ്റിസ്? എങ്ങനെയൊക്കെ ഇതുണ്ടാവുക? ടൈപ്പ് 1 ഡയബറ്റിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കണ്ടീഷനാണല്ലോ. അതായത് എന്താണ്? ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ്റെ കപ്പാസിറ്റി, അതായത് ഇൻസുലിൻ പ്രൊഡക്ഷൻ കറക്റ്റായിട്ട് നടക്കില്ല.
കാരണം എന്താണ്, ബീറ്റ സെൽസ് ഇല്ലാതായിരിക്കുകയാണ് അല്ലേ. ബീറ്റ സെൽസ് അല്ലേ ഇൻസുലിൻ പ്രൊഡക്ഷൻ നടത്തേണ്ടത്. ആ ബീറ്റ സെൽസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്താണ് നമ്മുടെ ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയുന്ന, അതായത് ബീറ്റ സെൽസ് ഇല്ലാത്തതുകൊണ്ട് ഇൻസുലിൻ ഉണ്ടാകുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയുന്ന ഒരു അസുഖമാണ് ഉണ്ടാകുന്നത്. ഓക്കെ, പിന്നെ കുട്ടികളിൽ ടൈപ്പ് 2 പ്രമേഹം വർദ്ധിക്കാനുള്ള കാരണം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, കാരണം ടൈപ്പ് 2 ഡയബറ്റീസ് വർദ്ധിക്കാനുള്ള കാരണം നമ്മുടെ ഭക്ഷണശീലങ്ങളാണ്, ഡയറ്ററി ഹാബിറ്റ്സ് ആണ്. അതേപോലെ തന്നെ നമുക്ക് എക്സസൈസ് കറക്റ്റായിട്ടില്ല. ഇതൊക്കെയാണ് പ്രധാന പ്രശ്നങ്ങൾ അല്ലേ. എക്സസൈസ് ഇല്ലാത്തതും ഭക്ഷണക്രമങ്ങളിലുള്ള പ്രശ്നങ്ങളൊക്കെയാണ് എന്ത് കുട്ടികളിൽ പല പല അസുഖങ്ങളൊക്കെ വരാനുള്ള കാരണം എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ പ്രമേഹ രോഗം നിയന്ത്രണ ആയില്ലെങ്കിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും 2 പ്രത്യാഘാതങ്ങൾ എഴുതുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇപ്പോൾ പ്രമേഹ രോഗം നിയന്ത്രണ വിധേയമായില്ലെങ്കിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും 2 പ്രത്യാഘാതങ്ങൾ ചോദിച്ചാൽ നമുക്ക് എന്താ പറയുക, അതൊന്നില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഹാർട്ടിനെ ബാധിക്കും, അല്ലെങ്കിൽ നമുക്ക് സ്ട്രോക്ക് ഉണ്ടാകും, പിന്നെ അല്ലെങ്കിൽ റെറ്റിനോപ്പതി, അതായത് നമ്മുടെ കണ്ണിനെ ബാധിക്കും, ന്യൂറോപ്പതി നമ്മുടെ നാടികളൊക്കെ ബാധിക്കും, അതേപോലെ തന്നെ നെഫ്രോപ്പതി നമ്മുടെ കിഡ്നീനൊക്കെ ബാധിക്കും, അതേപോലെ തന്നെ നമുക്ക് ഇൻസുലിൻ പ്രൊഡക്ഷൻ ഉണ്ടാവില്ല, ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ ഉണ്ടാകും. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഇത്രയും ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, എൻ്റെ കുട്ടികൾ എന്തായാലും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഇനി മാരത്തോണിലൊക്കെ എൻ്റെ കുട്ടികൾക്ക് വേണ്ടി ഡിസ്കസ് ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ നമ്മുടെ കാൽസ്യത്തിൻ്റെയും അതേപോലെ തന്നെ ഗ്ലൂക്കോസിൻ്റെയും റെഗുലേഷൻ നമുക്കൊരു ഡയഗ്രാം പഠിക്കുന്നില്ലേ, ആ ഡയഗ്രാം എന്തായാലും ഷുവറായിട്ട് പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. അവിടെ നിന്നും എന്തായാലും ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും, ഷുവറാണ്, നന്നായിട്ട് പഠിച്ചിട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ മെസ്സേജ് തരികയാണ്. അപ്പോൾ ഹോംവർക്ക് ക്വസ്റ്റ്യൻ ഇത്രയുള്ള സിമ്പിളായിട്ട് നമ്മൾ ഉറങ്ങാനും എണീക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ടല്ലേ, ആ ഹോർമോൺ ഏതാണ്, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡ് ഏതാണ് എന്നുള്ളത് എന്ത് ചെയ്യുക, വേഗം തന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.